ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 3 ഡിസൈൻ കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മൾ ഒരു ഡിസൈൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ യൂസേഴ്സായിട്ടും അതിൻ്റെ മാനുഫാക്ചറേഴ്സായിട്ടും അങ്ങനെ പല രീതിയിൽ നമുക്ക് ആ ഡിസൈനെ പറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ടൂൾസാണ് ഡിസൈനേഴ്സ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ആക്ച്വലി ഡിസൈൻ ഗ്രാഫിക്കലി വേണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അതുപോലെ ഡിസൈൻ ഓറലി, അതായത് ഓറലി ഗ്രാഫിക്കലി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് കമ്മ്യൂണിക്കേറ്റിംഗ് ഡിസൈൻ ഗ്രാഫിക്കലി, ഇൻഫർമേഷൻ അബൌട്ട് ദ ഡിസൈൻ വിൽ ഹാവ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ് ടു മെനി പേഴ്സൺ ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ദ ഡിസൈൻ പ്രോസസ്. അതായത് ഡിസൈൻ ചെയ്യുന്ന സമയത്തും ആഫ്റ്റർ ദ ഡിസൈനും നമുക്ക് നമ്മളുടെ ഡിസൈനെ പറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഗ്രാഫിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മെയിൻലി 3 ഫോംസാണ്. അതായത് സ്കെച്ചസ്, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ് ആൻഡ് കമ്പ്യൂട്ടർ എയ്ഡഡ് 3D മോഡൽസ്. ഡ്രോയിങ് ആൻഡ് 3D മോഡൽസ് ആർ ഈസിയർ ആൻഡ് എഫിഷ്യൻറ്റ് മെത്തഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മൾ 3D മോഡൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അത് കുറച്ചുകൂടെ മാക്സിമം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് ഈ 3D മോഡൽ എന്ന് പറയുന്നത്. ഗ്രാഫിക് ഇമേജസ് ക്യാൻ ബി യൂസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതർ ഡിസൈനേഴ്സ്, ക്ലയൻസ് ആൻഡ് എനി പേഴ്സൺ ഇൻവോൾവ് ഇൻ ദ പ്രൊജക്റ്റ്. അത് നമുക്ക് ക്ലയൻസ് ആയിട്ടും അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സ്, അതായത് ആരൊക്കെ ഇതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുണ്ട് അവർക്കൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഇമേജസ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസൈൻ സ്കെച്ചസ് ആണ്. സ്കെച്ചിങ് ഈസ് എ പവർഫുൾ ടൂൾ ഇൻ ഡിസൈൻ ബിക്കോസ് ഇറ്റ് എനേബിൾ അസ് ടു കൺവേ അവർ ഡിസൈൻ ഐഡിയാസ് ടു അതർ ക്വിക്ക്ലി ആൻഡ് കോൺഷ്യസ്ലി. അതായത് നമുക്ക് ബെറ്റർ ഏറ്റവും മൊത്തം എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ സ്കെച്ചിങ് എന്ന് പറയുന്നത്. ഇമേജസ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് അത് മനസ്സിലാവുന്ന ഒരു സിറ്റുവേഷനാണ്. മോസ്റ്റ് പവർഫുൾ ടൂൾ ഫോർ റിയൽ ടൈം ഐഡിയ കമ്മ്യൂണിക്കേഷൻ. അത് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പവർഫുൾ ടൂളാണ്. ദെൻ ദ ഗുഡ് ഡിസൈനേഴ്സ് ഡിപ്പെൻഡ് ഓൺ ഹാൻഡ് ഡ്രോൺ സ്കെച്ചസ് ബിക്കോസ് ഇറ്റ് വിൽ ഗ്രേറ്റ്ലി സപ്പോർട്ട് ദ ഫ്ലോ ഓഫ് ഐഡിയാസ് ഇൻ മൈൻഡ്. അതായത് നമ്മളൊരു ഗുഡ് ഡിസൈനർ എന്ന് പറയുന്നത് ഹാൻഡ് ഡ്രോൺ സ്കെച്ചസ്, അതായത് കൈകൊണ്ട് വരച്ച ഫിഗേഴ്സ് ആയിരുന്നു കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ എന്താ, ഈ ഫിഗർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പെട്ടെന്ന് നമ്മൾ ഐഡിയാസിനെ പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യുന്നൊരു ടൈപ്പാണ് ഈ കൈകൊണ്ട് നമ്മൾ സ്മൂത്തായിട്ട് വരച്ചിട്ടുള്ള ഡ്രോയിങ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഡിസൈൻ സ്കെച്ചസ് എന്ന് പറയുന്നത് മെയ്ഡ് നോട്ട് ബി സ്കെയിൽ, അതായത് നമ്മൾ കറക്റ്റ് ഡയമെൻഷൻ വെച്ചിട്ടല്ല, സ്കെയിലിംഗ് ഒന്നും വെച്ചിട്ടല്ല വരയ്ക്കുന്നത്. എക്സ്പീരിയൻസ്ഡ് ഡിസൈനറിന് വേണമെങ്കിൽ അവർ കറക്റ്റ് അപ്രോക്സിമേറ്റ് ഒരു റേഷ്യോയിൽ അവർക്ക് വരയ്ക്കാൻ പറ്റും, കാരണം അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ്. There are several sketches that designer routinely use. They are orthographic sketches, axonometric sketches, oblique sketches and perspective sketches. ഓക്കെ, ഡിസൈനർ റുട്ടീൻലി യൂസ് ചെയ്യുന്ന ടൈപ്പ് സ്കെച്ചസ് ആണ് ഈ ടൈപ്പ് സ്കെച്ചസ് എല്ലാം. അതായത് ഇത് നമ്മളൊരു ഒബ്ജക്റ്റിൻ്റെ ഹാൻഡ് റിട്ടൺ ഫിഗറാണ്. ഓക്കെ, അതായത് കറക്റ്റ് സ്കെയിലൊന്നും വെച്ചിട്ടല്ല ഹാൻഡ് റിട്ടൺ ആയിട്ട് വരയ്ക്കുന്നതിന് ഡിസൈൻ സ്കെച്ചസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ്. അതായത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ് ക്യാൻ ബി പ്രിപ്പയർഡ് ഓൺ ഡ്രോയിങ് ഷീറ്റ്സ് ഓർ ഇൻ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രാഫ്റ്റിംഗ് സോഫ്റ്റ്വെയർസ്. അതായത് നമ്മൾ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രാഫ്റ്റിംഗ് സോഫ്റ്റ്വെയർസ് വെച്ചിട്ടോ ഡ്രോയിങ് ഷീറ്റ്സിലോ നമുക്ക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ് പ്രിപ്പയർ ചെയ്യാം. ആൻഡ് ദീസ് ഡ്രോയിങ്സ് ആർ മെയ്ഡ് ടു സ്കെയിൽ, അതായത് കറക്റ്റ് ഡയമെൻഷൻ വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്, സ്കെയിലിംഗ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. ഡിസൈനർ മസ്റ്റ് നോ ഫോർ വാട്ട് പർപ്പസ് ദ എഞ്ചിനീയർ ഡ്രോയിങ് ഈസ് ജനറേറ്റഡ്. അതായത് നമ്മൾ എന്ത് പേർപ്പസിനാണ് ഡ്രോയിങ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആൻഡ് ദർ ആർ സെവറൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡ്രോയിങ് ദാറ്റ് ആർ ഫോർമലി ഐഡൻറ്റിഫൈഡ് ഇൻ ദ ഡിസൈൻ പ്രോസസ്. അതായത് നമ്മൾ ആക്ച്വലി 3 ടൈപ്പ് ഓഫ് ഡ്രോയിങ്സ് ആണ്. ലേ ഔട്ട് ഡ്രോയിങ്സ് ഉണ്ട്, ഡീറ്റെയിൽ ഡ്രോയിങ്സ് ഉണ്ട്, അസംബ്ലി ഡ്രോയിങ്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ വരയ്ക്കുന്നത് എന്നുള്ള ഒരു മീനിങ്, ആ ഒരു കാര്യം നമ്മളെപ്പോഴും മൈൻഡിൽ വെച്ചിട്ട് വേണം ഈ ടൈപ്പ് ഡ്രോയിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ലേ ഔട്ട് ഡ്രോയിങ്സ് ഉണ്ട്, ദേ ആർ വർക്കിംഗ് ഡ്രോയിങ്സ് ദാറ്റ് ഷോ ദ മേജർ പാർട്സ് ഓഫ് ഓർ കമ്പണൻസ് ഓഫ് ആൻഡ് ഡിവൈസ് ആൻഡ് റിലേഷൻഷിപ്പ്. അതായത് ലേ ഔട്ട് എന്ന് വെച്ചാൽ ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കമ്പണൻസും അതിൻ്റെ ആ കമ്പണൻസിൻ്റെ റിലേഷനും അത് ഡിസ്കസ് ചെയ്യുന്നത്, അതായത് അതിനെ വരയ്ക്കുന്ന ഡ്രോയിങ്സ് ആണ്. ആ ടൈപ്പ് ഡ്രോയിങ്സിനാണ് നമ്മൾ ലേ ഔട്ട് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ദേ ആർ യൂഷ്വലി ഡ്രോൺ ടു സ്കെയിൽ ആൻഡ് ഡു നോട്ട് ഷോ ടോളറൻസസ് ആൻഡ് ആർ സബ്ജക്റ്റഡ് ടു ചേഞ്ച് ആസ് ദ ഡിസൈൻ പ്രോസസ് ഇൻവോൾവ്സ്. അതായത് നമ്മളൊരു കറക്റ്റ് സ്കെയിലല്ല, അതായത് കറക്റ്റ് സ്കെയിലാണ് വരയ്ക്കുന്നത്. ദേ ആർ യൂഷ്വലി ഡ്രോൺ ടു സ്കെയിൽ ബട്ട് ദേ ഡു നോട്ട് ഷോ ടോളറൻസസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഐഡിയൽ ഒബ്ജക്റ്റീവ് നമുക്ക് ഒരിക്കലും വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിനൊരു നമ്മൾ വരയ്ക്കുന്നതും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ചെറിയ എന്തായാലും ഒരു ചേഞ്ചസ് വരും. അതിനെ നമ്മൾ ടോളറൻസ് എന്ന് പറയുന്നത്. ഐഡിയലി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതും നമ്മൾ ഡിസൈൻ ചെയ്ത് എടുക്കുന്നതുമായിട്ടുള്ള തമ്മിൽ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ആ ഒരു ഡിഫറൻസിനാണ് ടോളറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ടോളറൻസ് നമ്മളിതിൽ കൊടുക്കുന്നില്ല. സോ അതിന് ചേഞ്ചസ് മേ ബി ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസ്സിൽ നമുക്ക് ചേഞ്ചസ് വരാം. Okay, and the detailed drawings will show the individual parts or components of device and their relationship. Okay, ഇതേപോലെ തന്നെ അതിൻ്റെ ഇൻഡിവിജ്വൽ പാർട്സ് അതിൻ്റെ റിലേഷൻസും അത് ചെയ്യുന്നുണ്ട്. ദിസ് ഡ്രോയിങ് മസ്റ്റ് ഷോ ടോളറൻസ്. ഓക്കെ, ഇത്
ടോളറൻസും കൂടെ ഇതിൽ പറയുന്നുണ്ട്, എത്രത്തോളം ചേഞ്ചസ് വരും എന്നുള്ളത് നമുക്ക് ഈ ഡ്രോയിങ്സ് നിന്ന് കിട്ടും. ആൻഡ് ദേ മസ്റ്റ് ഓൾസോ സ്പെസിഫൈ മെറ്റീരിയൽസ് ആൻഡ് എനി സ്പെഷ്യൽ പ്രോസസ്സിംഗ് റിക്വയർമെൻറ്റ്സ്. ഓക്കെ, അതിൽ ഇതിൻ്റെ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ നമ്മളിതിൽ കൊടുക്കും. ആൻഡ് ദ ഡീറ്റെയിൽ ഡ്രോയിങ്സ് ഡ്രോൺ ഇൻ കൺഫോമൻസ് വിത്ത് എക്സിസ്റ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. അതായത് ഒരു ബേസിക് ഒരു ഡിസൈനിനും ഒരു സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ ഫോളോ ചെയ്തിട്ടായിരിക്കും ഈ ഡീറ്റെയിൽ ഡ്രോയിങ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. Then assembly drawings. It show how the individual parts or components of a device fit together. Okay, അതായത് ഇൻഡിവിജ്വൽ കമ്പണൻസ് വരച്ച് വെക്കുന്നത് കൂടെ നമ്മളത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്നും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് അസംബ്ലി ഡ്രോയിങ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ആൻഡ് എക്സ്പ്ലോർഡ് വ്യൂ ഇസ് എ കോമൺലി യൂസ് ടു ഷോ സച്ച് ഫിറ്റിംഗ് റിലേഷൻ. അതായത് ഒരു എക്സ്പ്ലോർഡ് വ്യൂ എന്ന് പറഞ്ഞാൽ ആ ഒരു കമ്പണൻസ്, ഇൻഡിവിജ്വൽ കമ്പണൻസ് എല്ലാം ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫിഗർ ആയിരിക്കും. കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഫിഗർ ആയിട്ടുള്ള ഈ ഒരു ചെറിയ ഗ്യാപ്പ് വിട്ട് ഓരോ കമ്പണൻസും നമുക്ക് ആ ഫിഗറിൽ കൊടുത്തിട്ടുണ്ടാവും. Okay, part numbers or entries on an attached bill of material can be used to identify the components. അതായത് നമുക്കൊരു ബില്ല്, ആ മെറ്റീരിയലിൻ്റെ ആ ഡിസൈനിൻ്റെ ബില്ല് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേതെല്ലാം കമ്പണൻസ് ഉണ്ട്, ആ ഒരു ഇത് നമുക്ക് ഇതിൽ നിന്ന് എത്ര കമ്പണൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ആൻഡ് ദ മേ ഇൻക്ലൂഡ് ഡീറ്റെയിൽ ഡ്രോയിങ്സ് ഇഫ് ദ മേജർ വ്യൂസ് ഇൻ ദ ഡീറ്റെയിൽ ഡ്രോയിങ് ക്യാൻ നോട്ട് ഷോ ഓൾ ദ റിക്വയർഡ് ഇൻഫർമേഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഡീറ്റെയിൽ ഡ്രോയിങ് പറഞ്ഞിട്ട്, അപ്പോൾ അതിൽ നമുക്ക് കറക്റ്റായിട്ട് റിക്വയർഡ് ഇൻഫർമേഷൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അസംബ്ലി ഡ്രോയിങ്ങിൽ നമുക്ക് ആ ഇൻഫർമേഷനും കൂടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു CAD മോഡൽസ്. അതായത് CAD മോഡൽസ് പറഞ്ഞാൽ 3D മോഡലിംഗ് ആണ്. അത് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ട് ബെറ്റർ വിഷ്വലൈസേഷന് വേണ്ടി നമുക്ക് ഈ ടൂൾ യൂസ് ചെയ്യാൻ പറ്റും. മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡാണ്. അതായത് നമുക്ക് സോഫ്റ്റ്വെയർസും 3D മോഡലിങ്ങും സോഫ്റ്റ്വെയർസ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിങ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് ജിയോമെട്രിക് മോഡലിംഗ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് നൗ സോഫ്റ്റ്വെയർസ് പ്രൊവൈഡ് മെനി ഫീച്ചേഴ്സ് സച്ച് ആസ് കളർ, റെൻഡറിങ്, ഷെയ്ഡിങ്. അതൊക്കെ അതായത് സോഫ്റ്റ്വെയർസ് നമുക്കിഷ്ടമുള്ള കളർ റെൻഡർ ചെയ്യുന്ന കുറച്ചുകൂടെ നാച്ചുറലായിട്ട് നമുക്ക് ഒബ്ജക്റ്റ് കിട്ടും. ആ ഒരു ടൈപ്പ് ടൂൾസ് എല്ലാം നമുക്ക് സോഫ്റ്റ്വെയർസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ 3D ജോമെട്രിക് മോഡൽസ് 3 ഫോമിലാണ് ആക്ച്വലി ഉള്ളത്: വയർ ഫ്രെയിം, സർഫസ് മോഡൽ ആൻഡ് സോളിഡ് മോഡൽ. വയർ ഫ്രെയിം എന്ന് വെച്ചാൽ സ്കെലിട്ടൺ ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും, അതൊരു കേജ് ലൈക്ക് ഫിഗറിനെയാണ് നമ്മൾ വയർ ഫ്രെയിം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദെൻ സർഫസ് മോഡൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് പോലെ തന്നെ അത് സർഫസ് ഉണ്ടാവുള്ളൂ, ഉള്ളിൽ മെറ്റീരിയൽ വിത്തൗട്ട് ഹാവിങ് മെറ്റീരിയൽ ഇൻസൈഡിൽ മെറ്റീരിയൽ ഉണ്ടാവില്ല, ഹോളോ സ്ട്രക്ചേഴ്സ് ആയിരിക്കും സർഫസ് മോഡൽ എന്ന് പറയുന്നത്. ദെൻ സോളിഡ് മോഡൽ എന്ന് പറഞ്ഞാൽ മെറ്റീരിയലും കൂടെ ഉള്ള രീതിയിലുള്ള ടൈപ്പ് ഫിഗേഴ്സാണ് സോളിഡ് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താണ്, ഇതെല്ലാം CAD മോഡൽസാണ്. ഒരു കാറിൻ്റെ CAD, അതായത് സ്കെലിട്ടൺ ലൈക്ക് സ്ട്രക്ചർ, സർഫസ് മോഡലും എല്ലാം ഇവിടെ മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഒരു ഫിഗറാണ് ഇത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേറ്റിംഗ് ഡിസൈൻ ഓറലി ആൻഡ് ഇൻ റൈറ്റിംഗ്. അതായത് നമുക്ക് ഓറലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഡിസൈൻ, അതുപോലെ റിട്ടൺ ഫോമിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓറലി കമ്മ്യൂണിക്കേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രസൻറ്റേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് മെയിൻലി ഓറലി കമ്മ്യൂണിക്കേറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിപ്പോർട്ട്, ഫൈനലി നമ്മളൊരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നു. ആ റിപ്പോർട്ടിൽ എന്ത് കൊടുത്തിരിക്കണം, അത് കംപ്ലീറ്റ് ആ ഡിസൈനിൻ്റെ കാര്യങ്ങൾ കൊടുത്തിരിക്കണം. അതിനാണ് ഈ റിട്ടൺ കമ്മ്യൂണിക്കേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ജസ്റ്റ് ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷന് കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ട്. അതായത് നോ യുവർ പർപ്പസ്, നമ്മൾ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഓഡിയൻസിനെ പറ്റി മനസ്സിലാക്കിയിരിക്കണം, ഏത് ലെവലിലാണ് നമ്മൾ ഓഡിയൻസ് ഉള്ളത് എന്നുള്ളത്. ചൂസ് ആൻഡ് ഓർഗനൈസ് ദ കണ്ടൻറ്റ് അറൗണ്ട് യുവർ പർപ്പസ് ആൻഡ് യുവർ ഓഡിയൻസ്. അതായത് നമുക്ക് ഓഡിയൻസിന് മനസ്സിലാവുകയാണെങ്കിൽ നമ്മൾ അവരുടെ രീതിയിലുള്ള കണ്ടൻറ്റ് യൂസ് ചെയ്താലേ ഉള്ളൂ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ടൈപ്പ് കണ്ടൻറ്റ് നമ്മൾ ഓർഗനൈസ് ചെയ്തെടുക്കണം, എന്നിട്ട് വേണം നമ്മളത് പ്രിപ്പയർ ചെയ്യാൻ. ദെൻ റൈറ്റ് പ്രിസൈസ്ലി ആൻഡ് ക്ലിയർലി, നല്ല പ്രിസൈസായിട്ട് ക്ലിയർ ആയിട്ട് എഴുതണം. ഡിസൈൻ യുവർ പേജസ് വെൽ, തിങ്ക് വിഷ്വലി, റൈറ്റ് എത്തിക്കലി. നമ്മൾ എത്തിക്സിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ഓറൽ പ്രസൻറ്റേഷനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഓറൽ പ്രസൻറ്റേഷൻ എന്ന മോസ്റ്റ് ഡിസൈൻ പ്രൊജക്ട്സ് കോൾ ഫോർ എ നമ്പർ ഓഫ് ബോത്ത് ഫോമൽ ആൻഡ് ഇൻഫോമൽ പ്രസൻറ്റേഷൻസ് ടു ക്ലയൻറ്റ്സ്, യൂസേഴ്സ് ആൻഡ് ടെക്നിക്കൽ റിവ്യൂസ്. അതായത് നമ്മളൊരു ഡിസൈനിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും ഡിസൈനിന് ശേഷവും എല്ലാം നമ്മൾ ഈ ഓറൽ പ്രസൻറ്റേഷൻസ് നമുക്ക് വേണ്ടി വരും. And key elements common to all presentations are the needs to identify the audience, outline the presentation, develop appropriate supporting materials and practice the presentation. Okay, അതായത് ഡിസൈനിങ് നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിലാണെങ്കിലും ഡിസൈനിങ് കഴിഞ്ഞിട്ടുള്ള പ്രസൻറ്റേഷൻ ആണെങ്കിലും നമ്മൾ കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതായത് ഓഡിയൻസിൻ്റെ ലെവൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഹൈലി ടെക്നിക്കൽ നോളജ് ഇല്ലാത്ത ഓഡിയൻസ് ആണെങ്കിൽ നമ്മൾ ആ രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവില്ല. അതുപോലെ ഔട്ട്ലൈൻ്റെ പ്രസൻറ്റേഷൻ, നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഏത് സമയത്ത് നമ്മളെ പ്രസൻറ്റേഷൻ തീരും, അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം.
കുറച്ച് സമയത്തിനുള്ളിൽ തീരാൻ നമുക്ക് കിട്ടിയ സമയത്തിനുള്ളിൽ തീരുന്നില്ലെങ്കിൽ അത് നമുക്ക് അവസാനം സ്പീഡിൽ പറഞ്ഞ് തീർക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരും. സോ മൊത്തത്തിൽ നമ്മൾ അത്ര സ്ലൈഡ്സ് നമ്മളെ മാറ്റർ ആ സമയത്തിനുള്ളിൽ അവർക്ക് കൺവേ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മളൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കണം. ആൻഡ് ദെൻ ഡെവലപ്പ് അപ്രോപ്രിയേറ്റ് സപ്പോർട്ടിംഗ് മെറ്റീരിയൽസ് എല്ലാം ഡെവലപ്പ് ചെയ്ത് വെക്കണം. ആൻഡ് പ്രാക്ടീസ് അതായത് നമുക്കൊരു ബെറ്റർ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രാക്ടീസിനെ ബേസ് ചെയ്തേ ഉണ്ടാവുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യാം, ബെറ്റർ പ്രസൻറ്റേഷൻ നമ്മൾ എപ്പോഴും ക്രിയേറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പം നോയിങ് ദ ഓഡിയൻസ് ഹൂ ഈസ് ലിസണിങ്, അതൊരു ഓറൽ പ്രസൻറ്റേഷന് നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ മാനുഫാക്ചറിങ് ടീമിനാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ, മാനുഫാക്ചറിങ് ടീമിനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ മെയിൻലി നമ്മളതിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആ ഡിസൈനിൻ്റെ കോസ്റ്റിനെ പറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ്റെ എന്തെങ്കിലും ഫാക്ടേഴ്സ് അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ആ രീതിയിൽ അവർക്ക് അതായിരിക്കും അവരുടെ ലെവൽ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സോ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനാണെങ്കിൽ അവർക്ക് അറിയേണ്ടത് ഡിസൈൻ ആൾട്ടർനേറ്റീവ്സിനെ പറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷനെ എഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും അവർക്ക് അറിയേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യണം, അതായത് വൺസ് ഓഡിയൻസ് ഹാസ് ബീൻ ഐഡൻറ്റിഫൈഡ്, നമുക്ക് ഏത് ടീമിനാണോ ഏത് ടൈപ്പ് ഓഡിയൻസ് ആയിരിക്കുന്നതെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആ ഒരു ടൈപ്പ് ഓഡിയൻസിനെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രസൻറ്റേഷൻ നമുക്ക് ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റും. ആസ് വിത്ത് അതർ ഡെലിവറബിൾ ദ പ്രസൻറ്റേഷൻ മസ്റ്റ് ബി പ്രോപ്പർലി ഓർഗനൈസ്ഡ് ആൻഡ് സ്ട്രക്ചേർഡ്. ഓക്കെ, അതായത് കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്യണം. ആൻഡ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ആർട്ടിക്കുലേറ്റ് എ റഫ് ഔട്ട്ലൈൻ. അതായത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഒരു ഔട്ട്ലൈൻ, അതിൻ്റെ ടൈമിംഗ് എല്ലാം വെച്ചൊരു ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യണം. സെക്കൻഡ് ഈസ് ടു ഫോർമുലേറ്റ് ദ ഡീറ്റെയിൽഡ് ഔട്ട്ലൈൻ, ദെൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം. ആൻഡ് ദ തേർഡ് ഈസ് ടു പ്രിപ്പയർ പ്രോപ്പർ സപ്പോർട്ടിംഗ് മെറ്റീരിയൽ. അതായത് വിഷ്വൽ എയ്ഡ്സ്, വീഡിയോസോ അങ്ങനെ ഫിസിക്കൽ മോഡൽസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും നമ്മുടെ പ്രസൻറ്റേഷന് വരുന്നത്. ഓക്കെ, അപ്പോൾ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ദ പ്രസൻറ്റേഷൻ ഔട്ട്ലൈൻ, അതായത് എന്തൊക്കെ ഒരു മിനിമം ഒരു പ്രസൻറ്റേഷനിൽ ഉണ്ടായിരിക്കണം എന്നാണ് ഈ ലിസ്റ്റിൽ പറയുന്നത്. അതായത് ഒരു ടൈറ്റിൽ സ്ലൈഡ് വേണം. ദെൻ റോഡ് മാപ്പ് ഫോർ ദ പ്രസൻറ്റേഷൻ, അതായത് ആ പ്രസൻറ്റേഷനിൽ നമ്മൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്, ബാക്ക്ഗ്രൗണ്ട് മെറ്റീരിയൽ ഓൺ ദ പ്രോബ്ലം, നമ്മൾ കളക്ട് ചെയ്ത പ്രോബ്ലംസ്. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ക്ലയൻറ്റ് ആൻഡ് യൂസേഴ്സ്. ദെൻ കൺസ്ട്രെയിൻ, ഫങ്ഷൻസ് ഓഫ് ദ ഡിസൈൻ, അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മിനിമം ഈ ഒരു പ്രസൻറ്റേഷൻ ഔട്ട്ലൈൻ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അപ്പോഴേ ഉള്ളൂ ബെറ്ററായിട്ട് നമുക്ക് നമ്മുടെ ഇൻഫർമേഷൻസ് കറക്റ്റായിട്ട് ഓഡിയൻസിന് എത്തിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രസൻറ്റേഷൻസ് ആർ വിഷ്വൽ ഇവൻറ്റ്സ് ആയിരിക്കണം നമ്മുടെ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. ഡിസൈനേഴ്സ് ഷുഡ് ഓൾസോ ട്രൈ ടു നോ ദ സെറ്റിംഗ് ഇൻ വിച്ച് ദ പ്രസൻറ്റേഷൻ വിൽ ബി മെയ്ഡ്. അതായത് നമ്മൾ ഏത് സെറ്റിങ്ങിൽ വെച്ച് നമ്മൾ പ്രസൻറ്റ് ചെയ്യണമെന്നത് ഡിസൈനർ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ നമ്മൾ ഏതൊരു ഹാളിലാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ അവൈലബിൾ ആയിട്ടുള്ള പ്രൊവിഷൻസ് എന്തൊക്കെയാണ്, അവിടെ കമ്പ്യൂട്ടർ കണക്ഷൻസ് പറ്റുമോ, പ്രൊജക്ടേഴ്സ് പറ്റുമോ, അതോ വൈറ്റ് ബോർഡ്സ് ആണോ അവൈലബിൾ ആയിട്ടുള്ളത്, ആ ഒരു പ്രൊവിഷൻ ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്നാലേ നമ്മൾ ഏത് ലെവലിൽ പ്രസൻറ്റ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ലിമിറ്റ് ദ നമ്പർ ഓഫ് സ്ലൈഡ്സ്, അതായത് സ്ലൈഡ്സിൻ്റെ നമ്പർ കുറയ്ക്കുക. അതായത് കൂടുതൽ സ്ലൈഡ് വരുന്ന സമയത്ത് ആൾക്കാർ, അതായത് നമ്മളെ മെമ്പേഴ്സ് അല്ല ഓഡിയൻസ് കൂടുതൽ സമയം നമുക്ക് ശ്രദ്ധിച്ചിരിക്കണമെന്നില്ല. സോ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേണം നമ്മൾ പ്രസൻറ്റേഷൻ ചെയ്യാൻ. ആൻഡ് ബി ഷുവർ ടു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ആൻഡ് യുവർ ടീംമേറ്റ്സ് ഓൺ ദ ടൈറ്റിൽ സ്ലൈഡ്. നമ്മൾ ആദ്യം തന്നെ നമ്മളെ ടീംമേറ്റ്സിനെയും നമ്മൾ എന്ത് ചെയ്യണം, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് മേക്സ് ദ പോയിൻറ്റ്സ് ക്ലിയർലി, ഡയറക്ട്ലി ആൻഡ് സിംപ്ലി. സ്ലൈഡ്സ് അറ്റ് എസ് ടു ഫ്ലാഷി ഓർ ക്ലവർ ടെൻസ് ടു ഡിസ്ട്രാക്ട് ദ പ്രസൻറ്റേഷൻ. അതായത് നമ്മൾ കൂടുതൽ ഡാറ്റാസ് കൊടുത്തിട്ടുള്ള ഒരു സ്ലൈഡ്സ് ആണെങ്കിൽ ആളുകൾ ശ്രദ്ധ പോവും, ഡിസ്ട്രാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ മാക്സിമം സിമ്പിളായിട്ട് ആനിമേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് എഫക്റ്റീവായിട്ട് നമ്മൾ ചെയ്യണം. ദെൻ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. അതായത് ഏത് കാര്യമായാലും നമ്മൾ പ്രാക്ടീസ്, എക്സ്പീരിയൻസ് എന്ന് പറയുന്നൊരു വലിയൊരു കാര്യമാണ്. അതായത് നമ്മൾ എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് നമുക്ക് മാക്സിമം കറക്ഷൻസ് ചെയ്യാൻ പറ്റും, എറേഴ്സ് കുറയും. ഗെയിൻ കോൺഫിഡൻസ് ബൈ എക്സ്പീരിയൻസ്, അതായത് മാക്സിമം പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഈ ഓറൽ പ്രസൻറ്റേഷൻ ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റും. യൂസ് വേർഡ്സ് ആൻഡ് ഫ്രേസസ് ദാറ്റ് ആർ നാച്ചുറൽ ടു ദ സ്പീക്കർ. അതായത് നമ്മൾ സ്പീക്കേഴ്സിന് നാച്ചുറലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് നമ്മൾ കൊളോക്കിയൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ചിലപ്പം എന്താ പറയുക,
അത് കുറച്ചുകൂടെ അതിനേക്കാളും കുറച്ചുകൂടെ ബെറ്ററായിട്ട് നമ്മൾ മാക്സിമം പ്രൊഫഷണലായിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ നോക്കണം. അതായത് പ്രൊഫഷണൽ ടോണിൽ വേണം നമ്മൾ പ്രസൻറ്റേഷൻ ചെയ്യാൻ. അതായത് ഓഡിയൻസിൻ്റെ ലാംഗ്വേജും നമുക്ക് മനസ്സിലായിരിക്കണം. അതുപോലെ നമ്മളൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ. ആൻഡ് ടൈമിംഗ് ദ പ്രസൻറ്റേഷൻ ഈവൻ സെറ്റിംഗ് എ ക്ലോക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദ പ്രസൻറ്റർ ക്യാൻ ബി വെരി ഹെൽപ്ഫുൾ. അതായത് എത്ര ടൈം നമുക്ക് അവൈലബിൾ ആണെന്നുള്ളത് നമ്മൾ ആ സ്പീക്കർ എപ്പോഴും അറിഞ്ഞിരിക്കണം. അതായത് പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവസാനം നമുക്ക് ടൈം തികയാണ്ടാവുന്ന സമയത്ത് നമ്മൾ സ്പീഡിൽ ഡാറ്റാസ് സ്കിപ്പ് ചെയ്തൊക്കെ പോകേണ്ട ചാൻസ് വരും. സോ കറക്റ്റ് ടൈം ഒരു ക്ലോക്ക് സെറ്റ് ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അതുപോലെ ജനറേറ്റ് ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻ ദാറ്റ് മൈറ്റ് അറൈസ് ആൻഡ് ദെയർ ആൻസർ. അതായത് നമ്മളൊരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ യൂഷ്വലി ഓഡിയൻസിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും എന്ന് നമ്മൾ ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അത് പ്രിപ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യാം, കൊടുക്കാം. അപ്പോൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആൻസർ നമ്മൾ കണ്ടുവയ്ക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ ലാഗില്ലാതെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്ത് പോകാൻ പറ്റും. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസൈൻ റിവ്യൂസ്. ഓക്കെ, അപ്പോൾ ഡിസൈൻ റിവ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ചലഞ്ചാണ് ഡിസൈനേഴ്സിന് ഈ ഡിസൈൻ റിവ്യൂ എന്ന് പറയുന്നത്. യൂഷ്വൽ പ്രസൻറ്റേഷൻ ഒരു ഡിഫറെൻ്റ് ആണ്, ഒരു ഡിഫറെൻറ്റ് പ്രസൻറ്റേഷനാണ്. അതായത് ഡിഫറെൻറ്റ് ഓറൽ മെത്തേഡാണ് ഡിസൈൻ റിവ്യൂസ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ്സ് എ മീറ്റിംഗ് അറ്റ് വിച്ച് ദ ടീം പ്രസൻറ്റ് ഇറ്റ്സ് ഡിസൈൻ ചോയ്സസ് ഇൻ ഡീറ്റെയിൽ ടു എൻ ഓഡിയൻസ് ഓഫ് ടെക്നിക്കൽ പ്രൊഫഷണൽ ഹു ആർ ദർ ടു അസസ് ദ ഡിസൈൻ, റേസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഓഫർ സജഷൻസ്. അതായത് ടെക്നിക്കൽ പ്രൊഫഷണൽസിൻ്റെ മുന്നിൽ നമ്മളുടെ ടോട്ടൽ ഡിസൈൻ ചോയ്സസ്, നമ്മൾ ചെയ്യാൻ പോകുന്നതിൻ്റെയും ഡിസൈൻ ചോയ്സസും നമ്മൾ മൊത്തം ഡിസൈനിനെ പറ്റി നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ടെക്നിക്കലി ഏബിൾഡ് പേഴ്സൺസ് ആയതുകൊണ്ട് അവർക്ക് അതിനെ പറ്റി ഫുൾ ഡീറ്റെയിൽസ്, നമ്മളെ ഡിസൈനിൻ്റെ ക്വസ്റ്റ്യൻസ്, അതായത് ചലഞ്ചസ് എന്തൊക്കെ വരാം, അങ്ങനെ മൊത്തം അനാലൈസിസ് ആയിരിക്കും റിവ്യൂ എന്ന് പറയുന്നത്, ഡിസൈൻ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ സോ അത് നോർമലി ഒരു ഡിസൈനറിന് ഒരു ചലഞ്ചിങ് സ്റ്റേജാണ് ഈ ഡിസൈൻ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അവർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്, അപ്പോൾ നമ്മൾ അതുപോലെ സജഷൻസും എല്ലാം കിട്ടുന്ന ഒരു സ്റ്റേജാണ് ഡിസൈൻ റിവ്യൂസ് എന്ന് പറയുന്നത്. A typical design review will consisting of the nature of the problem being addressed, followed by an extensive presentation of a proposed solution. ഓക്കെ, ടിപ്പിക്കലി ഒരു ഡിസൈൻ റിവ്യൂവിൽ നമ്മൾ കൊടുക്കുന്നത് എന്താണ്, അതൊരു പ്രോബ്ലം ഉണ്ട്, അതിൻ്റെ നേച്ചർ എങ്ങനെയാണ്, നമ്മൾ ആ പ്രോബ്ലത്തിനെ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പ്രപ്പോസ് ചെയ്യുന്ന സൊല്യൂഷൻ എന്താണ്, അതെല്ലാം പറയും. ദെൻ ഈ പ്രൊഫഷണൽസ് അവരുടെ സജഷൻസ് നമുക്ക് കിട്ടും. റിവ്യൂസ് ക്യാൻ ലാസ്റ്റ് ഫോർ സെവറൽ ഹവേഴ്സ് ഓർ ഈവൻ എ ഡേ ഓർ ടു. അതായത് റിവ്യൂ എന്ന് പറഞ്ഞാൽ എപ്പം കഴിയുന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ സൊല്യൂഷൻ അവർക്ക് ആക്സെപ്റ്റബിൾ ആണോ അല്ലയോ, അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കഷൻസ് ഒക്കെ വരും. ചില സമയത്ത് പെട്ടെന്ന് തീരും, നമുക്ക് വേണമെങ്കിൽ അത് 1-2 ദിവസം വരെ ലാസ്റ്റ് ചെയ്യുന്നൊരു സ്റ്റേജാണ് ഈ ഡിസൈൻ റിവ്യൂസ് എന്ന് പറയുന്നത്. അതായത് അതുപോലെ ഈ ഡിസൈൻ റിവ്യൂവിനെ കൊണ്ട് നമ്മൾ ഡിസൈനേഴ്സിനുള്ള ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ, ഈ ടെക്നിക്കൽ പ്രൊഫഷണലുമായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും, നമുക്ക് പുതിയ സജഷൻസ് എന്തെങ്കിലും അതിൽ അപ്പോൾ അത് കിട്ടും. അപ്പോൾ ഡിസൈനിങ് ടീമിന് ഒരു പ്രൊഫഷണൽസിൻ്റെ ഒരു അറ്റൻഷൻ കിട്ടുക എന്ന് പറയുന്നത് അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ദെൻ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, ഡിസൈൻ റിവ്യൂസിൻ്റെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ, നമ്മൾ ഈ ടെക്നിക്കൽ പ്രൊഫഷണൽസ് എന്ന് പറയുന്നത് നമ്മൾ ഡിസൈനെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കും. അതായത് നമ്മളെ ഡിസൈനിൻ്റെ പോരായ്മകളൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ അപ്പോൾ അതിന് നമ്മൾ ആൻസർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ് ഈ ഡിസൈൻ റിവ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ ഓറൽ കമ്മ്യൂണിക്കേഷനാണ് പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് റിട്ടൺ പ്രസൻറ്റേഷൻ. റിട്ടൺ പ്രസൻറ്റേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതായത് ഓൾമോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഫൈനൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും. ആൻഡ് ദ പർപ്പസ് ഓഫ് എ ഫൈനൽ റിപ്പോർട്ട് ഇസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ക്ലയൻറ്റ് ഇൻ ടേംസ് ദാറ്റ് എൻഷ്യൂർ ദ ക്ലയൻറ്റ്സ് തോട്ട്ഫുൾ അക്സെപ്റ്റൻസ് ഓഫ് ടീം ഡിസൈൻ ചോയ്സസ്. അതായത് ക്ലയൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിസൈൻ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് ക്ലയൻറ്റിൻ്റെ അവരുടെ ഒബ്ജക്റ്റീവ്സ് എല്ലാം ആക്സെപ്റ്റ് ചെയ്തിട്ട് ക്ലയൻസിന് ആക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനൊരു ചോയ്സാണ് റിട്ടൺ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ് എ ഫൈനൽ റിപ്പോർട്ട് ലൈക്ക് സോ മച്ച് ഓഫ് ഡിസൈൻ ഇസ് ബെസ്റ്റ് മാനേജ്ഡ് ആൻഡ് കൺട്രോൾഡ് വിത്ത് എ സ്ട്രക്ചേർഡ് അപ്രോച്ച്. അതായത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന പോലെ തന്നെ ഒരു സ്ട്രക്ചേർഡ് കറക്റ്റ് ഒരു ഫോർമാറ്റിലായിരിക്കണം നമ്മൾ ഈ ഡിസൈൻ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ നമ്മൾ ഫൈനൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പം സ്ട്രക്ചേർഡ് പ്രോസസ്സ്, അതായത് കറക്റ്റ് ഒരു പ്രോസസ്സ് നമ്മൾ ഫോളോ ചെയ്യണം. അതായത് ഫസ്റ്റ് ഡിറ്റർമൈൻ ദ പേർപ്പസ് ആൻഡ് ഓഡിയൻസ് ഓഫ് ടെക്നിക്കൽ റിപ്പോർട്ട്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞു, അതായത് നമ്മൾ പേർപ്പസ് എന്താണ്, നമ്മൾ എന്താ ഡിസൈൻ ചെയ്യുന്നത്, അതുപോലെ ഓഡിയൻസ് ആരൊക്കെയാണ്, ഓഡിയൻസിനെ മനസ്സിലാക്കണം. അതായത് ഫോർ എക്സാമ്പിൾ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡിഫറെൻറ്റ് ഓഡിയൻസിന് മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. ടെക്നിക്കൽ നോളജ് ഉള്ള ആളുകളുണ്ടാവും, അല്ലാത്ത ആളുകളുണ്ടാവും. സോ നമ്മൾ ജനറൽ ലാംഗ്വേജിൽ കാര്യങ്ങൾ കൊടുത്തിട്ട് അതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ നമുക്ക് ടെക്നിക്കലി സബ്സെക്ഷനായിട്ട് കൊടുക്കാം. അപ്പോൾ അത് ഏത് രീതിയിലായാലും, അത് ക്ലയൻറ്റ് ആയാലും ഇപ്പോൾ ക്ലയൻറ്റിൻ്റെ റിലേറ്റീവ്സ്, അങ്ങനെ ആർക്ക് വേണമെങ്കിലും നമുക്കത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ. ദെൻ കൺസ്ട്രക്ട് എ റഫ് ഔട്ട്ലൈൻ ഓഫ് ദ ഓവറോൾ സ്ട്രക്ചർ ഓഫ് ദ റിപ്പോർട്ട്. അതായത് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും മൊത്തത്തിൽ അതിനൊരു ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്തിട്ട് വേണം നമ്മൾ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ. അതായത് ഇങ്ങനൊരു ഔട്ട്ലൈൻ ഇല്ലാതെ നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, മൊത്തത്തിൽ അങ്ങനെ നമ്മളൊരു ഔട്ട്ലൈൻ ഡിസ്കസ് ചെയ്യാതെ ജസ്റ്റ് ആദ്യം തന്നെ റിപ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഫൈനലി നമ്മൾ നോക്കുന്ന സമയത്ത് ആ റിപ്പോർട്ട് എന്ന് പറയുന്നൊരു ഹിസ്റ്ററി പോലെയായിരിക്കും ആയിട്ട് വരിക. അതായത് നമ്മൾ ആദ്യം ക്ലയൻറ്റിനെ കണ്ടു, ദെൻ നമ്മൾ മാനുഫാക്ചറെ കണ്ടു, അങ്ങനെ ഒരു ഹിസ്റ്ററി, ഡിസൈൻ ഹിസ്റ്ററി പോലെയാകും. പക്ഷേ ആക്ച്വലി നമുക്കൊരു റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഡിസൈൻ ഹിസ്റ്ററി അല്ല, കറക്റ്റ് റിപ്പോർട്ടാണ് വേണ്ടത്. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യണം, ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെ പ്രോബ്ലംസ് വരും, നമുക്ക് ആരൊക്കെ മീറ്റ് ചെയ്യണം, അങ്ങനെ മൊത്തത്തിൽ നമ്മളതിന് പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മൾ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാനും. ഓക്കെ, ഒരു ഡിസൈൻ ഹിസ്റ്ററി അല്ല നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം ഒരു അബ്സ്ട്രാക്റ്റ് ഉണ്ടാക്കി വയ്ക്കുക, ദെൻ എക്സിക്യൂട്ട് സമ്മറി, ദെൻ നമ്മൾ ഇൻട്രഡക്ഷൻ കൊടുക്കുന്നു, ഓവർവ്യൂ കൊടുക്കുന്നു, ദെൻ പ്രോബ്ലം എന്താണെന്ന് പറയുന്നു, നമ്മൾ കണ്ടുപിടിച്ച ഡിസൈൻ ആൾട്ടർനേറ്റീവ്സ് എന്തൊക്കെയാണ്, കൺസിഡർ ചെയ്ത ഡിസൈൻ ആൾട്ടർനേറ്റീവ്സ് പറയാം, ദെൻ ഇവാലുവേറ്റ് ചെയ്യണം ആ ഡിസൈൻ ആൾട്ടർനേറ്റീവ്സ്, ദെൻ അതിൻ്റെ റിസൾട്ട്, ദെൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ്, പിന്നെ ഡ്രോയിങ്സ്, എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കാം. ദെൻ അതിൻ്റെ ഫാബ്രിക്കേഷൻ, നമ്മളത് പ്രിപ്പയർ ചെയ്യണം, അതിൻ്റെ ഫാബ്രിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കണം. ദെൻ സപ്പോർട്ടിങ് കാൽക്കുലേഷൻസ്, ഫാബ്രിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ അതിനെന്തെങ്കിലും കാൽക്കുലേഷൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. പിന്നെ അതർ മെറ്റീരിയൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലയൻസിന് ആവശ്യമുള്ള മെറ്റീരിയൽസ് എന്തെങ്കിലും അത്, അങ്ങനെ മൊത്തത്തിലൊരു ഔട്ട്ലൈൻ ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതിനുശേഷം മാത്രമേ നമ്മൾ ഫൈനൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ പാടുള്ളൂ. Okay, then next is review that outline within the team and with the team's manager, or in case of an academic project with the faculty advisor. ഓക്കെ, അതായത് ഫൈനൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ടീം മാനേജറുമായിട്ടോ അല്ലെങ്കിൽ ഒരു അക്കാഡമിക്കിലെ ഒരു ഫാക്കൽറ്റിയായിട്ടോ ഡിസ്കസ് ചെയ്ത് കറക്റ്റ് ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യണം. ഒരിക്കലും നമുക്ക് കംപ്ലീറ്റ് ഡിസൈൻ കംപ്ലീറ്റ് ആവാതെ നമുക്ക് ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അതായത് പ്രൊജക്റ്റ് ഫൈനൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ജനറലി അതിൻ്റെ ഔട്ട്ലൈൻ ഡിസൈനിങ്ങിന് മുന്നേ നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് കൺസ്ട്രക്ട് ടോപ്പിക് സെൻറ്റൻസ് ഔട്ട്ലൈൻ ആൻഡ് റിവ്യൂ ഇറ്റ് വിത്തിൻ ദ ടീം. അതായത് നമ്മൾ ഈ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു റൂൾ എന്ന് പറഞ്ഞാൽ, ഓരോ പാരഗ്രാഫായിട്ടാണ് നമ്മൾ കൊടുക്കുന്നെങ്കിൽ ആ ഓരോ പാരഗ്രാഫിലും ആ ടോപ്പിക്ക് അതിന് പറഞ്ഞിരിക്കണം. ഒരു റഫ് ഔട്ട്ലൈനായിട്ട് ഓരോ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഓരോ എലമെൻ്റ്, ഓരോ ടോപ്പിക്കായിരിക്കണം ഡിസ്കസ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ടോപ്പിക് സെൻറ്റൻസ് ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യണം. ടോപ്പിക് സെൻറ്റൻസ് ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മളിതിൽ ഓരോ പാരഗ്രാഫിലും എന്തെല്ലാം ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നതെന്നുള്ള രീതിയിലൊരു ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ആ ടോപ്പിക് സെൻറ്റൻസ് ഔട്ട്ലൈൻ, ആ TSO റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ അത് ഡീറ്റെയിൽ ആയിട്ട് ഉള്ളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമുക്ക് മനസ്സിലാവും ആ പോയിൻ്റ്. അങ്ങനെ ഒരു ടോപ്പിക് സെൻറ്റൻസ് ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു TSO പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ഏരിയാസ് കവർ ചെയ്യാനുണ്ടാവും എന്നുള്ളത് നമുക്ക് ഒരു ഔട്ട്ലൈൻ നമുക്ക് കിട്ടും. ദെൻ നെക്സ്റ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ട് ഇൻഡിവിജ്വൽ റൈറ്റിംഗ് അസൈൻമെൻറ്റ്സ് ആൻഡ് അസംബിൾ റൈറ്റ് ആൻഡ് എഡിറ്റ് ഇൻ ആൻ ഇനീഷ്യൽ ഡ്രാഫ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യാണ്. അതായത് ഇൻഡിവിജ്വൽ റൈറ്റിംഗ്, നമ്മൾ അസൈൻമെൻറ്റ്സും നമ്മൾ ഇൻഡിവിജ്വൽ വർക്ക് എല്ലാം കൂടെ അസംബിൾ ചെയ്തിട്ട് ഇനീഷ്യൽ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, സോളിസിറ്റ് റിവ്യൂസ് ഓഫ് ദ ഇനീഷ്യൽ ഡ്രാഫ്റ്റ് ഫ്രം മാനേജേഴ്സ് ആൻഡ് അഡ്വൈസേഴ്സ്. അതായത് എഡിറ്റിംഗ് പ്രോസസ്സാണ്, നമ്മൾ ഡ്രാഫ്റ്റിൻ്റെ എഡിറ്റിംഗ് പ്രോസസ്സാണ്. അതായത് ആ ടോപ്പിക്ക് കണ്ടിന്യൂസ് ആയിട്ടാണോ ഫ്ലോ ചെയ്യുന്ന, ഒരു ലോജിക്കൽ സ്ട്രക്ചറാണോ നമ്മൾ ഡ്രാഫ്റ്റ് എന്നുള്ളത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എഡിറ്റിംഗ് സെഷൻ എന്ന് പറയുന്നത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എഡിറ്റിംഗ് വരുന്നതെല്ലാം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം. ആ ചേഞ്ചസ് എല്ലാം നമുക്ക് എന്താ പറയുക, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. ആൻഡ് ദ റിവൈസ് ആൻഡ് റീറൈറ്റ് ദ ഇനീഷ്യൽ ഡ്രാഫ്റ്റ് റെസ്പോണ്ട് ടു ദ റിവ്യൂസ്. അതായത്
നമ്മൾ റിവ്യൂ ചെയ്തു എഡിറ്റിംഗ് ചെയ്യാണ്. എഡിറ്റിങ്ങിന് മാനേജേഴ്സിൻ്റെ അടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എഡിറ്റിംഗ് നമ്മൾ ചെയ്യണം. റിവൈസ് ആൻഡ് റീറൈറ്റ് ദ ഇനീഷ്യൽ ഡ്രാഫ്റ്റ്. ദെൻ ആ എഡിറ്റിങ്ങിന് ശേഷം ആ ഇനീഷ്യൽ ഡ്രാഫ്റ്റ് നമ്മൾ റിവൈസ് ചെയ്തിട്ട് റെസ്പോണ്ട് ടു ദ റിവ്യൂസ് കിട്ടിയ ആ റിവ്യൂസിനെ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് കിട്ടിയ നമ്മൾ പ്രിപ്പയർ ചെയ്ത ഇനീഷ്യൽ ഡ്രാഫ്റ്റ് റിവൈസ് ചെയ്യുന്നു. ദെൻ പ്രിപ്പയർ എ ഫൈനൽ വേർഷൻ ഓഫ് ദ റിപ്പോർട്ട് ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ടു ദ ക്ലയൻറ്റ്. അപ്പോൾ നമുക്ക് കിട്ടിയ റിവ്യൂസ് ബേസ് ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്ത ഡ്രാഫ്റ്റ് നമ്മൾ എഡിറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ആ ഫൈനൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നു. ആ ഫൈനൽ റിപ്പോർട്ട് നമ്മൾ ക്ലയൻറ്റിന് സബ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, അതായത് നമ്മൾ പ്രിപ്പയർ ചെയ്ത ഇനീഷ്യൽ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലയൻറ്റിനും കോമൺ പീപ്പിളിനും എല്ലാവർക്കും നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. അവിടുന്ന് എല്ലാവരുടെ അടുത്തുനിന്നും നമ്മൾ റിവ്യൂസ് കിട്ടും, നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. ആ റിവ്യൂസ് എല്ലാം കൂടെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് ദ ഫൈനൽ റിപ്പോർട്ട് ഷുഡ് ബി പ്രൊഫഷണലി ഡൺ ആൻഡ് പോളിഷ്ഡ്. അതായത് പ്രൊഫഷണലി ഒരു പ്രൊഫഷണൽ ലുക്ക് ഉണ്ടായിരിക്കും. അതായത് എന്താ പറയുന്നത്, നമ്മൾ ഒരു ഗ്ലോസി ലുക്ക് അല്ലെങ്കിൽ എന്താ ഫാൻസി ടൈപ്പ് ഗ്രാഫിക്സ് അങ്ങനെയെല്ലാം യൂസ് ചെയ്യണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. കറക്റ്റ് ഒരു എന്താ പറയുക, ഇൻസ്റ്റഡ് മീൻസ് ദ റിപ്പോർട്ട് ഇസ് ക്ലിയർലി ഓർഗനൈസ്ഡ് ആൻഡ് ഈസി ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. അതായത് നമ്മളെ റിപ്പോർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കണം, മാക്സിമം ഏത് ലെവലിലുള്ള ആൾക്കാരും ഒരു കറക്റ്റ് ഒരു ക്ലയൻറ്റിലേക്ക് ആയിരിക്കണം എന്നുള്ള എത്തുന്നത്. മാക്സിമം ആൾക്കാർക്ക് എത്തുന്ന സമയത്ത് ഏത് ലെവലിലുള്ള ആൾക്കാർക്കും മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഫൈനൽ റിപ്പോർട്ട്. ഓക്കെ, ആ രീതിയിൽ നമ്മൾ അതിനെ സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയാണ് മെയിൻലി റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ പറയുന്നത്. ഈ ഡിസൈൻ കമ്മ്യൂണിക്കേഷൻ ആണ് മെയിൻലി 3 ടൈപ്സ് ആണുള്ളത്. അതായത് ഗ്രാഫിക്കലി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ദെൻ ഓറലി ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ.